അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുന്നുംപേട്ട ശാന്തിപ്പാലത്ത് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന പകൽ വീട് കാട് കയറി നശിക്കുന്നു. രാത്രി ആയാൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. 2017-18 സാമ്പത്തിക വർഷത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഡിവിഷൻ മെമ്പറായിരുന്ന സമയത്താണ് 15 ലക്ഷത്തോളം രൂപ മുടക്കി ശാന്തിപ്പാലത്ത് ജില്ലാ പഞ്ചായത്ത് പകൽ വീട് നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പകൽ വീട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് തുറന്നു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൂടാതെ കഴിഞ്ഞ പ്രളയകാലത്ത് പകൽ വീടിന് പുറകുവശത്ത് മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ഇത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനും കാരണമായി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പകൽ വീട് ഇത് 2018 പ്രളയകാലത്ത് അതിൻ്റെ പിൻവശം ഇടിയുകയും അതിനെ തുടർന്ന് മണ്ണും കല്ലും ഒക്കെ വന്ന് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും നാളിതുവരെയായിട്ടും അതിൻ്റെ പുനരധ്വാന പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറിയക് സാറിൻ്റെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് സാമൂഹിക വിരുദ്ധരുടെ ഒരു ഇടത്താവളമായിട്ട് അതിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അധീനതയിൽ പെടുന്ന ഇത്തരം കെട്ടിടങ്ങളൊക്കെ ആ പ്രദേശത്തിനെ മുഴുവൻ അവഗണന ആക്കിക്കൊണ്ട് ഒരു നടപടിയും എടുക്കാതെ അതിൻ്റെ ഒരു പ്രവർത്തനം പോലും ചെയ്യാതെ കെട്ടിടങ്ങൾ എങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. രാത്രിയായാൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും കേന്ദ്രമായി മാറുകയാണ്. ഇത്തരത്തിൽ അനാഥമായി കിടക്കുന്ന പകൽ വീട് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ തുറന്നു നൽകണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.